വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് JCB ഉപയോഗിച്ച് മാലിന്യം മൂടാൻ ശ്രമിച്ചതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത കർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റീസ് യൂണിറ്റിന് സമീപം കുഴിച്ചുമൂടിയതായി പരാതി. മരുന്നും പെർഫ്യൂം എന്നിവയുടെ ഗ്ലാസ് കുപ്പികളും കുപ്പിച്ചില്ലുകളും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും ഉൾപ്പെടുന്ന അജൈവ മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കുഴിച്ചുമൂടിയത്. RRF യൂണിറ്റിനോട് ചേർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം വൃത്തിയാക്കുകയും ഇവിടെയുള്ള മാലിന്യങ്ങൾ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് മൂടുകയുമാണ് ഉണ്ടായത്. മാലിന്യം മൂടിയത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള കുപ്പികൾ കുഴിച്ചു മൂടുന്നതിലൂടെ സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് വിഷാംശം എത്തുമെന്നുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഇവിടെ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് വളരെ നാളുകളായിട്ട് ഈ ചവറ് ഇങ്ങനെ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്, അതുപോലെ തന്നെ കുപ്പിച്ചില്ലുകളും മറ്റും കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പൊട്ടിക്കിടന്ന കുപ്പിച്ചില്ലുകൾ കൂമ്പാരം പോലെ കിടന്നതിനെ ഒരു കുഴിയെടുത്ത് അതിനകത്തിട്ട് മൂടാനാണ്. അപ്പോൾ രണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മണ്ണങ്ങ് ഒലിച്ചു പോകും. ഇതുവഴി സഞ്ചരിക്കുന്നവരുടെ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇതിനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇത്രയും കെയർലെസ്സായിട്ട് അശ്രദ്ധമായിട്ട് ഇതിനെ ഇടുന്ന ചവറിന് നീക്കിക്കൊണ്ട് പോകാനുള്ള സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ട് ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് നമ്മൾ ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്തതാണ് ഈ കുപ്പിച്ചില്ലുകൾ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് കുഴിച്ചു മൂടുക എന്നുള്ളത്. ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് മുനിസിപ്പാലിറ്റി എടുക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ വേസ്റ്റ് ഇടുന്നതിനെതിരായിട്ട് ഇവിടുത്തെ പരിസരവാസികൾ നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനനുകൂലമായ വിധി വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടും സെക്രട്ടറി വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാണ് കോടതിയുടെ ഡയറക്ഷൻ ഉള്ളത്. പക്ഷേ ഇത് മാറ്റുന്നതിന് പകരം കൂടുതൽ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് ഈ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അജൈവ മാലിന്യം കുഴിച്ചുമൂടിയത് നഗരസഭയുടെ അറിവോടെ അല്ലെന്നും സംഭവത്തിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ KM ലാജി പറഞ്ഞു. യൂണിറ്റിന്റെ സമീപത്തും റോഡിനോട് ചേർന്നുള്ള ഭാഗത്തും പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച അജൈവ മാലിന്യം കൂമ്പാരമായി നിക്ഷേപിച്ചിട്ടുണ്ട്. മഴക്കാലമായതോടെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ വെള്ളം നിറഞ്ഞ് കൊതുകുകളുടെ ശല്യവും വർദ്ധിച്ചു. പ്രദേശം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഈ സ്ഥലം വർക്കല മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി എടുക്കുന്ന സമയം ഈ നാട്ടുകാർക്ക് കൊടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെ വൃദ്ധസദനം, പാർക്ക്, വളരെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത്തരത്തിൽ പറഞ്ഞാണ് ഞങ്ങളുടെ ഈ വസ്തു എടുത്തത്. ഈ എടുത്തതിന് ശേഷം ഈ മുനിസിപ്പാലിറ്റി ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. കാരണം ഇന്ന് കച്ചടയുടെ കൂമ്പാരമാണ്. എന്നിട്ട് ഇത്തരത്തിലൊരു കച്ചട കൂമ്പാരം ഇവിടെ വരുന്നതിന് ഈ ബിൽഡിംഗ് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ പ്രതിഷേധിച്ച് ഇവിടെ യോഗം കൂടുകയും ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഇവിടെ വരാൻ പാടില്ല, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊരു ബസ് സ്റ്റാൻഡാണ്, പൊതുജനങ്ങൾക്ക് വളരെ അപകടകരമായി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2018 ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്ത് ആ സമയത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. ഒരിക്കലും ഇത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകത്തില്ല. ഇത് ഇവിടെ കച്ചട ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്നു തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഒരിക്കലും ഇവിടെ വെളിയിൽ വരത്തില്ല, ഇവിടെ ആളുകൾക്കൊരു ശല്യം ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇതിനകത്ത് കൊള്ളാതെ പോയി വെളിയിൽ മുഴുക്കുകയും ഇങ്ങനെ ഹിമാലയം പോലെ ഇങ്ങനെ കൂമ്പാരം കൂട്ടുകയും ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പട്ടികളുടെ ശല്യം, പൂച്ചകൾ, മറ്റ് ഇടജന്തുക്കൾ. ഒരു 2 മാസം മുമ്പ് തന്നെ ഇതിനകത്തുനിന്നൊരു മൂർഖൻ പാമ്പിനെ അവരെ പിടിക്കുകയുണ്ടായി. ഇവിടെ നിറഞ്ഞു കിടന്ന ലോറി കണക്കിന് കുപ്പിയോട് ഇവിടെ മറ്റൊരു കുഴി എടുത്തിട്ട് കുപ്പിയോട് ഒരിക്കലും ഇങ്ങനെ കുഴിച്ച് ആക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇല്ല. ഇവിടെ ഇങ്ങനെ കുഴിച്ച് താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഞാൻ മുനിസിപ്പൽ ചെയർമാനെ അറിയിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഞാനത് അറിഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് കുഴിച്ച് താത്തെങ്കിൽ തന്നെ അത് അവിടുന്ന് എടുത്തു മാറ്റാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് എത്രത്തോളം ഇങ്ങനെ പറയുന്നതല്ലാതെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ നടപടിക്രമങ്ങൾ നമ്മൾ ഓരോരുത്തരെയും ചുറ്റുപാടുള്ള ജനങ്ങൾ അത്രയ്ക്ക് കഷ്ടതയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി ഇതിനകത്താണെങ്കിൽ ലൈറ്റില്ല, മദ്യപാനമാണ്, പിന്നെ ഇഴജന്തുക്കളുടെ ശല്യവും കാരണം, പിന്നെ കൊതുകടിയും മറ്റ് പട്ടിയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനേ പറ്റുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഭാരത് ഭൂഷൺ, വർക്കല.